ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. ഓരോ നാട്ടിൽ ചിലപ്പം അതിനോരോന്നായിരിക്കും പറയുന്നത്. ചമ്മന്തിപ്പൊടി, വേപ്പില കട്ടി എന്നൊക്കെ പറയും. പൊതുവെ പക്ഷേ കൂടുതൽ പേരും പറയുന്നത് ചമ്മന്തിപ്പൊടി എന്ന് തന്നെയാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അളവുകളാണ് ഞാനിന്ന് പറയുന്നത്. ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 10 അളവ് കപ്പിന് 10 കപ്പ് തേങ്ങ ചിരകിയതാണ്. അതായത് സാമാന്യ വലിപ്പമുള്ള ഒരു 3 തേങ്ങയായിരുന്നേ. പിന്നെ എടുത്തിരിക്കുന്നത് 40 സാമാന്യം വലിപ്പമുള്ള കാശ്മീരി ചില്ലിയായിരുന്നു, ഉണക്കമുളക്. സാധാരണ ഉണക്കമുളകാണെങ്കിൽ നിങ്ങൾ ഇത്രയും എടുക്കണ്ട, ഒരു 30 എണ്ണത്തിനും 35 എണ്ണത്തിനും ഇടയ്ക്കെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി കാശ്മീരി ചില്ലിയും പകുതി സാധാരണ ഉണക്കമുളകും കൂടെ എടുക്കാം. പിന്നെ കൊച്ചുള്ളി സാമാന്യം വലിപ്പമുള്ള എടുത്തിരിക്കുന്നത് ഒരു 30 എണ്ണവും. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കൊത്തി അരിഞ്ഞതല്ല, എന്നാലും വട്ടത്തിൽ മുറിച്ചത് ഒരു 1/4 കപ്പും. സാമാന്യം വലിപ്പമുള്ള 25 അല്ലി വെളുത്തുള്ളിയുമാണ് അതിന് വേണ്ടിയിട്ട് എടുത്തത്. നമ്മൾ തേങ്ങ ചിരകി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം ഏതാണ്ട് ഒരേ വലിപ്പത്തിലായിരിക്കണം. അല്ല, ഒരേ വലിപ്പത്തിൽ കിട്ടത്തില്ല എന്ന് എനിക്കറിയാം. അതല്ലെങ്കിൽ അതുപോലെ ശ്രദ്ധിച്ച് ചിരകണം. അതിനേക്കാട്ടി നല്ലത് നമ്മൾ മിക്സിയിലിട്ട് ആ പൾസിലിട്ട് ഒരു അടി അടിക്കുമല്ലോ, അങ്ങനെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഏതാണ്ട് ഒരേ പരുവത്തിൽ കിട്ടും. പിന്നെ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി കണ്ടല്ലോ, കനം കുറച്ച് അരിഞ്ഞതാണ് ഒരു 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിയാണെന്നുണ്ടെങ്കിലും നീളത്തിൽ മുറിച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയും നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഏതാണ്ട് ഒരേ പരുവത്തിൽ മൂക്കണം. നമ്മൾ വേറെ ജോലിയുള്ളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അത് അടിക്ക് പിടിച്ച് നമുക്ക് ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇത് ഒരുപോലെ മൂത്ത് കിട്ടി, ആ കറക്റ്റ് മൂപ്പിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തത് സാമാന്യം വലിപ്പമുള്ള ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പിഴുപുളിയാണ് പിച്ചി ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൊച്ചായിട്ട് പിച്ചി ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 1-2 കഷ്ണമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് മൂക്കില്ല. അതുകൊണ്ടാണ് കൊച്ചായിട്ട് പിച്ചി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. പിഴിപ്പുളി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുരു അതിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ അറിയാതെ കുരു കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മിക്സി കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ പറഞ്ഞ അളവ് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാശ്മീരി ചില്ലിയും സാധാരണ ഉണക്കമുളകും എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 5 എണ്ണം കുറച്ചാൽ മതി. ഞാൻ 40 എന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു 35 എണ്ണം എടുത്ത് വെച്ചാൽ മതിയെ, രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇതൊരു വലിയ അളവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വീട്ടിലത്തേക്കൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. കാരണം ഇപ്പം ഇത് ഞാൻ വേറെ എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പുറകെ പറയാമേ. പിന്നെ ഇപ്പം ഞാൻ അതിനകത്തോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളകാണ്. 3 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് അത്രയും വേണ്ട, കുരുമുളകിൻ്റെ ടേസ്റ്റ് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു 10 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ആ തേങ്ങയുടെ ആ ഒരു മൂപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഒരുമാതിരി 1/4 ഭാഗവും ആയിട്ടുണ്ട്. കാരണം നമ്മുടെ കറിവേപ്പില അങ്ങ് കരിഞ്ഞ് ഇല്ലാതായി പോവല്ല, എന്നാൽ അതിൻ്റെ ആ ഒരു പച്ച അങ്ങോട്ട് മാറി അതൊന്ന് ക്രിസ്പാകുകയും വേണം. കുറച്ച് നേരം അതിനകത്ത് ഈ ചൂട് തേങ്ങയ്ക്കകത്ത് കിടക്കുമ്പോഴത്തേക്ക് ആ കറിവേപ്പിലയൊക്കെ അങ്ങ് നല്ല ക്രിസ്പാകും. ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തത് അതിൻ്റെ ആവശ്യത്തിന് മൂപ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ നടുഭാഗത്തോട്ട് തേങ്ങയൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഉലുവായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തത്. ഉലുവായും കൂടി വരുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റും നല്ലൊരു മണവുമാണ്. പക്ഷേ കൂടി പോകണ്ട, 1 ടീസ്പൂൺ മതിയാവും. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് കുറേ നാളിത് ചീത്തയാവാതെ പുറത്തിരുന്നോളും. നമ്മൾ വെള്ളമുള്ള സ്പൂണ് കൊണ്ടും ഒന്നും എടുക്കാതിരിക്കാമെന്നുണ്ടെങ്കിൽ, നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പുറത്ത് തന്നെ ഇരുന്നോളും. ഇപ്പം പിന്നെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ടേ നമ്മൾ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. പക്ഷേ പൊടിച്ചെടുക്കുമ്പം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം വറ്റൽമുളകാണ് ഇട്ട് പൊടിച്ചെടുക്കേണ്ടത്. അത് നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി തേങ്ങയും കൊച്ചുള്ളിയും എല്ലാം കൂടെയുള്ള ആ ഒരു കൂട്ട് ഒരുപാട് അങ്ങിടരുത്. ആ ഒരു മിക്സിയുടെ 1/4 ഭാഗം അങ്ങേ അറ്റം പോയാൽ ആ ഒരു അരഭാഗത്തിൻ്റെ താഴെ നിൽക്കണം. ഒരുപാട് നേരം അടിക്കുകയും ചെയ്യില്ല. ഒരുപാട് നേരം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങി വന്നിട്ട് അതങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി.
നമ്മൾ ഒന്നുകിൽ തേങ്ങ വറക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമല്ലോ, ആ സമയത്ത് കുറേശ്ശെയായിട്ട് ഓരോ പ്രാവശ്യം ഉപ്പ് ചേർത്താൽ മതി. ഇപ്പം നമ്മൾ ഒരു തേങ്ങയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം പൊടിച്ചെടുക്കാനുള്ളതേ കാണുള്ളൂ. അല്ല ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയിലാണ് പൊടിച്ചെടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യണം. പൊടിച്ചെടുത്തതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുത്താലും മതിയാവുമേ. നമുക്ക് ചില ദിവസങ്ങളിൽ കറികൾ അധികം കാണത്തില്ലല്ലോ, അങ്ങനെയുള്ള ദിവസം ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി നമുക്ക് ചോറിന്. അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്